കൂടി വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞിട്ട് അവന്മാർ എന്റെ അടുത്ത് ചൂടാവുമ്പോൾ ഇവിടെ നിൽക്കി. അത് എനിക്കറിയാൻ ചോദിക്കാനാണ്. ഇങ്ങോട്ട് വരണ്ട. പാലത്തിൽ കൂടെ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെ വഴക്കോട്ടാക്കി വരാൻ കാര്യമില്ലല്ലോ. എടി ഒരുത്തൻ കിടന്നുറങ്ങണ്, അവന്റെ മൂക്കിന്റെ പുറത്തുകൂടി ഞാൻ വണ്ടി ഓടിച്ചോണ്ട് പോയി. അതിനാണ് അവന്മാർ ചൂടാണത്. ചേട്ടാ എന്നാലും ഞാൻ വിളിച്ചോണ്ട ചേട്ടൻ വന്നല്ലോ. എന്താണ് കണ്ണീന്ന് വെള്ളം വന്നത്? ഉള്ളി പൊളിച്ചാ? ഇല്ല. പൊടി വീണാ കണ്ണി? ഇല്ല. അടുപ്പിൽ ഊതിയാ? എന്നാലും കറിയുന്ന എന്തിനാന്ന് ചോദിക്കരുത്. അല്ലേ എന്താ കരയേണ്ട കാര്യം എന്താ? ഞാൻ മടുത്തു ഏട്ടാ, മടുത്തു. എടി കല്യാണത്തിന് മുമ്പ് നീ ആദ്യം കാര്യം പറഞ്ഞില്ല, ഞാൻ അച്ഛനും കൂടി സാധിച്ചില്ലേ? എന്തുവാ മടത്തി പോകുന്ന കാര്യം? മടത്തി പോകുന്ന കാര്യമല്ല പറഞ്ഞത്. ഞാൻ എന്റെ ജീവിതം മടുത്തു പോവാ. എന്താണ് അങ്ങനെ ഇന്നലെയും കുടിച്ചിട്ട് വന്ന എന്നെ തല്ലി, ഇന്നും കുടിക്കാൻ പോയേക്കോ വന്നിട്ട് തല്ലും. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നോട്ടെ ചേട്ടാ. മുട്ടുകാലി ഞാൻ തല്ലി ഒട്ടിക്കും അങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ. എടി നിനക്ക് എത്ര നല്ല നല്ല ആലോചന വന്നടി. നീ അപ്പൊ ഈ ഗ്ലാമറുള്ള വിന മതിയെന്ന് പറഞ്ഞ് നീ ഇറങ്ങിപ്പോകുന്നവനാണോ? എടി ആ സുരേഷിന്റെ ആലോചന ഒന്ന്, എന്റെ ദൈവം എന്താ തങ്കപ്പെട്ട മനുഷ്യനാണ് അവൻ. ഇറച്ചി വെട്ടാര സുരേഷ് എനിക്ക് പേടിയാ. എടി അവൻ നിന്നല്ലേ വെട്ടണ, ഇറച്ചിയാ വെട്ടണത്. എന്തോ ഇറച്ചി നമുക്ക് കഴിക്കാറെന്ന് അറിയാവോ? പോട്ടെ, ബിജുവിന്റെ കാര്യം എന്താണ്? ബിജുവിന്റെ കാര്യം മീൻ കൊച്ചോട്ടല്ല, എനിക്ക് മീൻ ഇഷ്ടമല്ല. എടി അമോണി ഇടാത്ത നല്ല മീൻ തരിയലാണ് അവൻ. നിനക്ക് പച്ചക്കറി മതി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാ? അത് പോട്ടെ, നിനക്ക് സുരേഷിന്റെ കാര്യം എന്താ വിഷയം? ആ ബിവറേജ് ബില്ലടിക്കുന്ന സുരേഷ്, അതാകുമ്പോ നിങ്ങൾക്ക് നിത്യവും കള്ളു കുടിക്കാമല്ലോ. അപ്പൊ ബിവറേജ് ബില്ലടിച്ചവനാണ് വിഷയമുള്ളൂ. ബിവറേജ് ബില്ലടിച്ച് മേടിച്ചടിച്ചവന് നിനക്ക് കുഴപ്പമില്ല. അങ്ങനെ കുറ്റമൊന്നും പറയണ്ട. ഞാൻ ഇങ്ങനെ കെട്ടിയോണ്ട് എനിക്ക് ഈ വീട്ടിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാം. കള്ളന്മാര് കയറൂല. എന്താ എടുത്തോണ്ട് പോകാനായിട്ട് ഈ വീട്ടിലൊന്നും ഇല്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും നീ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചെന്തിനാണ്? അങ്ങനെ ചെറുതായിട്ടൊന്ന് ഉപദേശിക്കണം. അടിച്ച് ഞാനും ഇടപാട് തീർക്കും. അടിക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഉപദേശിച്ചാൽ മതി. എനിക്ക് ഒട്ടും നിവൃത്തിയില്ലാത്തോണ്ടാണ് ഞാൻ ചേട്ടനോട് ഒരു കാര്യം ചെയ്യട്ടെ, ചെവിയിൽ ഒരു നൊട്ടടിക്കട്ടെ. ഒരാഴ്ച മൂലക്കിരിക്കും. ഈ കത്തി അങ്ങോട്ട് മാറ്റി വെച്ചോ. മാറ്റിവെക്ക് കത്തി മാറ്റി വെക്കാം. ചേട്ടന് ഇങ്ങനെ അരിശം വരുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. ചേട്ടന് കുടി തുടങ്ങിയല്ലേ? എങ്ങനെ കുടി തുടങ്ങിയത്? കണ്ണൊക്കെ ചുമന്ന് നടക്കുന്നുണ്ടല്ലോ. എഴുതി അതല്ല, ഞാൻ അവിടെ നിന്ന് വന്നപ്പോ പിള്ളേര് പന്ത് കളിക്കണ്. ഒരു പന്ത് ഇങ്ങോട്ട് ഉരുണ്ടു വന്നപ്പോ ഞാൻ ഒറ്റ അടി അങ്ങോട്ട് അടിച്ച്. ഒരു ചെറുക്കന്റെ നടുവിട്ട് കിട്ടി. അവന്മാര് കൂട്ടത്തോടെ വന്ന് മണ്ണ് അങ്ങനെ വാരി എറിഞ്ഞ എന്റെ കണ്ണിലേക്ക്. ഇപ്പൊ കണ്ട ആലുവ മണപ്പുറം പോലെ ഇരിക്കേ. നോക്കട്ടെ. എന്ത് നല്ല രസം. എന്ത്? ഞാൻ ആലുവ മണപ്പുറം കണ്ടിട്ടില്ല. എന്റെ താലി പൊട്ടിക്കരുത്. ചെറുതായിട്ടൊന്ന് ഉപദേശിച്ചാൽ മതി. ചെറുതായിട്ട് മതിയല്ല, മതി മതി. അവനെ നിനക്ക് ഉപദ്രവമില്ലാത്ത രീതിയാക്കി തന്നാ മതിയല്ല. വന്ന് കയറിയല്ലോ ഉള്ളൂ. അതിനോടനെ നാണല്ലോ ചോറും കറിയും ചോദിക്കാൻ. ഞാനല്ല അത് ചോദിച്ചെന്ന് പറഞ്ഞില്ലേ, ചോദിച്ച വേറെ ആളാണ്. ഇട്ടുകൂടെ ഇല്ലെന്ന് പറ. ചോറും കറി എടുത്തു വെക്കടി. ഇല്ല. ഇല്ലേ? കിട്ടി. ഒരെണ്ണം കിട്ടി, ഇപ്പൊ കിട്ടി. ഞാൻ കണ്ടില്ല, ഞാൻ ഇവിടേക്ക് ഒന്ന് നോക്കിയല്ലേ. കാണാണ്ട് ഒരാളെ കയറി ഞാൻ എങ്ങനെ അടിക്കും? നീ പറ. ചോറും കറി എടുത്തു വെക്കടി. ഇല്ലെന്ന് പറയടി അങ്ങോട്ട് ചെന്നിട്ട്. ഇല്ല. ഇല്ലേ? കണ്ണില് മരുന്നൊഴിക്കുകയാണ്. കരികര അടിക്കാണ് കണ്ണ് കിടന്നത്. ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞാൽ ഈ മരുന്നൊഴിക്കുന്ന സമയത്താണ് അവൻ വന്ന് തല്ലുന്നത്. അവന് ഇഷ്ടപ്പെടാത്തൊരു സാധനം പിടിച്ചു കൊടുക്കും. ഈ നിൽക്കുന്ന ആരാന്ന് കേട്ടോ? എന്റെ ആങ്ങളെയാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇനി ഒന്നുകൂടെ കൈ വെച്ച് നോക്ക്. ഇവന്റെ മുഖം കാണാൻ എനിക്ക് ഇഷ്ടമാണെന്ന് അറിയാൻ പാടില്ലേ? ഇവൻ എന്തിനാണ് വീട്ടിൽ വിളിച്ച് കേട്ടിയത്? എന്നാ ഞാൻ പിടിച്ചിട്ടില്ല, ചേട്ടനാ പിടിച്ചേക്കുന്നത്. കൊല്ലണ്ട. ഒറ്റക്കടിയടാ, 4 പേരും കൂട്ടം കൂടിയല്ല അടിക്കേണ്ടത്. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് അടിക്കണത്. ഞാൻ ഇവിടുന്ന് വരുമ്പോ നിന്നിവിടെ കണ്ട അടിച്ചുകൂടി ഞാൻ കളഞ്ഞിട്ടാ. എന്നെ അടിച്ചതോ പോട്ട്, ചേട്ടനെ അടിച്ച എന്തിനാന്ന് ചോദിക്കാട്ടാ. അവന് ടൈമിങ് ഇല്ലാത്തവനടി. അവൻ വെള്ളോണ്. അവന്റെ വെള്ളം ഇറങ്ങി വരട്ടാ, ഞാൻ അവനെ അടിക്കും. അതങ്ങനെ ഇനി അവൻ ഇപ്പൊ അടിച്ചത് ആരാണ് എന്തിനാണെന്നൊന്നും അവൻ അറിയില്ലല്ലോ. അപ്പൊ അവന്റെ ബോധം ഒന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ അടിച്ചവനെ ഇട്ടോളാം. ഒരു കാര്യം ചെയ്യാം, നാളെ ചേട്ടാ ചോറും കറി എടുത്തു വെക്കടി. എടുത്തു വെക്കണോ? ചെല്ലടി നീ, അല്ല അവൻ ഇങ്ങോട്ട് വരുമെന്ന്. എന്നാ ചോറെടുത്ത് വെക്കട്ടെ. ചോറെടുത്ത് വെക്ക്. ഒരു അമൃതാഞ്ജനും. കുഴച്ചാണോ? അല്ല, ഇങ്ങോട്ട് എനിക്ക് വേണം. അവിടുന്ന് ഉരുട്ടിയിടാം. ഉരുട്ടിയിടല്ലേ, അതിന്റെ പുറത്ത് കയറി അവൻ ഇവിടെ വരും. അതുകൊണ്ട് അത് ഉരുട്ടിയിടലും നീ അങ്ങോട്ട് വെക്കോ. എറിഞ്ഞിട്ടാ മതി കേട്ടാ. ഞാൻ അങ്ങോട്ട് വരണ. ഒരു കാര്യം കയറി ഏക്കുകയും ചെയ്ത്. ഓ ദൈവമേ, നേരം വെളുക്കാതിരുന്നാ മതിയായിരുന്നു. ഉയ്യോ അമ്മ. അളിയോ, അളിയ അളിയതപ്പോന്ന് വെളുപ്പിന്റെ ചെറിയൊരു കൊട്ടേഷൻ 3 എണ്ണത്തിന് തീർക്കാനുണ്ടായിരുന്നു. ഞാൻ വന്നറിഞ്ഞത് വല്ലതും കഴിച്ചായിരുന്നു. സന്തോഷായി. നീയാടി ഇവരെ കളയണത്. രാവിലെ തന്നെ അവന് ബ്രാൻഡ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അത് കട്ടച്ചായാണ്. കത്തി എടുക്കട്ടെ.
നല്ല മുളകിട്ട് വെച്ചാൽ മതി, എനിക്ക് അതാണ് ഇഷ്ടം. മത്തിയുടെ കാര്യമല്ല, കത്തി എടുക്കട്ടെ എന്ന്. അയ്യോ ഇപ്പൊ എടുക്കല്ലേ, ഇപ്പൊ എടുത്ത് കഴിഞ്ഞാൽ അവനെ പേടിക്കും. നീ ഒന്ന് മാറ്റി, കത്തി ഇല്ലാണ്ട് ഞാൻ അവനെ തീർക്കാൻ പോയെന്ന്. അതെ അതെ അതെ, ഇന്ന് എന്റെ അളിയൻ വന്ന ദിവസമാണ്. ഇന്ന് ഞാൻ പണിക്ക് പോണില്ല. അല്ലേ എന്നാ നിങ്ങൾ പണിക്ക് പോകുന്നത്? ഇന്ന് ഞാൻ പണിക്ക് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. പക്ഷെ അളിയൻ വന്നുകൊണ്ട് ഞാൻ ഇന്ന് പണിക്ക് പോകുന്നില്ല. ഇന്ന് അളിയനും ഞാൻ തമ്മിൽ അടിയോട് അടിയാണ് ഇവിടെ. അടി ആർക്കാണ് ആരാണ് കൊള്ളുന്നതെന്ന് അറിയല്ലേട്ടാ. എങ്ങനെ എങ്ങനെ ഒന്നുമില്ല മോളെ അളിയാ. ദേ സാധനം കണ്ടാ തന്നെ. അയാളെ കൂടെ കുടിക്കരുത്, കുടിച്ചായക്ക് പേയാ. അതിലും പെപ്പര പേയാണ് ഞാൻ. അളിയാ ഇത് കഴിച്ചളിയാ, ഇത് കഴി, ഇതങ്ങോട്ട് പിടി അളിയാ, വേഗടി. ഇന്നുണ്ടല്ലോ, ഇന്ന് അളിയനും ഞാൻ തമ്മിൽ നിന്ന് ഭയങ്കര എൻജോയ്. വേഗം കൂടി ചെറിയ കവർപ്പുണ്ടോ, ഞാൻ ട്രൈ ചെയ്യാം. ഈ നിൽക്കുന്ന അളിയന്റെ പെങ്ങളുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ എനിക്കൊരു സമ്മാനം തന്നിട്ടില്ല ഇവള്. എന്താടി അവന് സമ്മാനം കൊടുക്കാത്തത്? സമ്മാനമല്ലെന്ന്, എനിക്കൊരു സമാധാനം തന്നിട്ടില്ല ഇവള്. അടി 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 ദേ, അടി 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 അതല്ലെന്ന് പറ, ചോദിക്കളെ എന്തുകൊണ്ട് എനിക്ക് സമ്മാനം തന്നില്ലെന്ന് പറ. എനിക്ക് എന്തുകൊണ്ട് സമ്മാനം തന്നില്ലെന്ന് പറ. എടി, എന്താടി അവന് സമ്മാനം കൊടുക്കാത്തത്? ഇത്രയും മാന്യ മര്യാദയായിട്ടുള്ള ഒരുത്തന്നെ നീ എന്തുകൊണ്ട് കൊടുത്തില്ല? അളിയാ ഇതടിക്ക്, ഒരു കാര്യം വേറെ പറഞ്ഞു. ഇനിയുണ്ടോ? ഇതടിക്ക് അളിയാ. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ എന്റെ അടുത്ത് പറഞ്ഞറിയുമോ, പല പണിക്കും പോകാൻ പാടില്ലെന്ന്. ഏതെങ്കിലും ഭാര്യമാർ അങ്ങനെ പറയോ? എന്റെ ദേഹത്ത് കൈവച്ച എന്താ ഞാൻ ക്ഷമിച്ച് സഹിച്ചു വാ നിക്കുന്നത്. ആരാടി ക്ഷമിക്കുന്നത്? ആരാടി സജ്ജ? ആരാടി ക്ഷമിക്കാടി? ആരാടി? അളിയനെ തല്ലിയല്ലേ, ഇത് സ്ഥിരം എനിക്ക് കിട്ടാറില്ല. എടി നിന്റെ ആങ്ങളെ നീ തല്ലി, നീ എന്നെ തല്ലോ? വേണ്ട ഞാൻ തല്ലു. തല്ലടി, എന്നെ തല്ലടി, എന്നടി എന്നേടി എന്നടി എന്നേടി എന്നടി. ആ